ശ്രീഗുരുഭ്യോ നമഃ. നവരാത്രിയുടെ ഈ മൂന്നാമത്തെ ദിനത്തിൽ ആരാധിക്കുന്ന നവദുർഗ ദേവി ചന്ദ്രഘണ്ഠയാണ്. ചന്ദ്രഘണ്ഠാദേവി നെറ്റിയിൽ ചന്ദ്രക്കല ധരിച്ച് ഒരു യോദ്ധാവിൻ്റെ ധീരതയോടും ഒപ്പം അതിമനോഹരമായ സൗന്ദര്യത്തോടും കൂടി നിലകൊള്ളുന്നു. ശ്രീചക്രത്തിലെ മൂന്നാമത്തെ ആവരണമായ സർവസംക്ഷോഭണ ചക്രത്തിൽ മണിപൂര ചക്രവുമായാണ് ദേവിയെ ബന്ധിപ്പിച്ചിരിക്കുന്നത്. മണിപൂര ചക്രത്തിൽ ഒരു മണിനാദം കേൾക്കുന്നതായി സങ്കല്പിച്ച് സുവർണപ്രകാശം ദർശിക്കുന്നത് ഭക്തരിൽ ധീരതയും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കും. ചന്ദ്രഘണ്ഠാദേവി ധീരതയുടെയും സൗന്ദര്യത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പ്രതീകമാണ്. ദേവിയുടെ ഉഗ്രരൂപം തിന്മകളെ അകറ്റുകയും ശാന്തമായ ഭാവം ഭക്തർക്ക് സമാധാനം നൽകുകയും ചെയ്യുന്നു. നമ്മുടെ ഉള്ളിലെ യോദ്ധാവിനെ ഉണർത്തുകയും ആക്രമണോത്സുകതയെ കരുണയുമായി സന്തുലിതമാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഭയങ്ങളെയും വെല്ലുവിളികളെയും ധീരതയോടും മനസ്സമാധാനത്തോടും കൂടി നേരിടാനും അമ്മ ഭക്തരെ പ്രാപ്തരാക്കുന്നു. ദേവിയുടെ ധ്യാന ശ്ലോകം ചൊല്ലാം. ബാലശശാങ്കയുതപൂർണവക്ത്രം ത്രിലോചനാം സ്മേരമുഖീം പ്രസന്നാം ശംഖാബ്ജചാപമൂതകുംഭഹസ്താം ശ്രീചന്ദ്രഘണ്ഠാം ഹൃദയേ ഭജാമി. ബാലചന്ദ്രനെ പോലെ ശോഭിക്കുന്നവളും പൂർണ്ണചന്ദ്രനെ പോലെയുള്ള മുഖത്തോടു കൂടിയവളും 3 കണ്ണുകളോടു കൂടിയവളും പുഞ്ചിരിക്കുന്നവളും പ്രസന്നവദനയും ശംഖ്, താമര, വില്ല്, ഗദ, കുംഭം എന്നിവ കൈകളിൽ ധരിച്ചിരിക്കുന്നവളുമായ ശ്രീ ചന്ദ്രഘണ്ഠാദേവിയെ ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഭജിക്കുന്നു. ഈ ധ്യാന ശ്ലോകം രചിച്ച കവിയുടെ ഭാവന അതിമനോഹരമാണ്. ബാലശശാങ്ക എന്നത് ബാലരൂപത്തിലുള്ള ചന്ദ്രനെ സൂചിപ്പിക്കുന്നു. എന്നാൽ പൂർണ്ണവക്ത്രം എന്നത് പൂർണ്ണചന്ദ്രനെ പോലെ ശോഭിക്കുന്ന മുഖമെന്നും വിവരിക്കുന്നു. ഇത് ദേവിയുടെ സൗന്ദര്യത്തെയും പ്രകാശത്തെയും ഒരേ സമയം വർണ്ണിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ധൈര്യവും കരുത്തും നൽകുന്നതിനായി നമുക്ക് ശ്രീ ചന്ദ്രഘണ്ഠാദേവിയോട് പ്രാർത്ഥിക്കാം. സർവേ ജനഃ സുഖിനോ ഭവന്തു, സമസ്ത സന്മംഗളാനി ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.